ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിലെ ഒരു വാക്യം ഞാൻ തന്നെ വായിക്കാം. എഫേസ്യർക്ക് 1-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൻ്റെ അവസാനത്തെ ഭാഗം. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ്റെ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. പൗലോസ്ലീഹായുടെ പ്രാർത്ഥനകൾ പല സ്ഥലങ്ങളിലും നമുക്ക് വായിക്കുവാൻ സാധിക്കും. അതിലേറ്റവും ഹൃദയം തൊടുന്ന ഏറ്റവും മനോഹരമായ പ്രാർത്ഥന എന്നാണ് വേദശാസ്ത്രന്മാർ പറയുന്നത്. ഈ എഫേസ്യർക്ക് ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ അവിടെ എടുത്തു പറയുന്നൊരു കാര്യം എന്താണ്? നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. അതാണ് നമ്മുടെ ധ്യാന വിഷയം. ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ദി എൻലൈറ്റനിങ് ഓഫ് ദി ഐസ് ഓഫ് ദി ഹാർട്ട്. ഹൃദയദൃഷ്ടി പ്രകാശിക്കുക. അകത്തൊരു കണ്ണുണ്ടെന്നാണ് പറഞ്ഞത്. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് വേഗം മനസ്സിലാകുന്ന ഒരു കാര്യമല്ല അത്. ദൈവത്തിന് സ്തോത്രം. ദി ഐസ് ഓഫ് ദി അണ്ടർസ്റ്റാൻഡിങ് ബീയിങ് എൻലൈറ്റൻഡ്.
കർത്താവ് എൻ്റെ ഉള്ളമൊന്ന് പ്രകാശിക്കണം. അകത്ത് ഇരുട്ടുണ്ട്, അകത്തൊരു കണ്ണുണ്ട്, അതൊന്ന് പ്രകാശിച്ച് കിട്ടണം. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. ഒരു വലിയ ഒരു ദൈവിക വെളിപ്പാടും കാഴ്ചപ്പാടും നമുക്ക് ലഭിച്ചു. തരുന്നത് ദൈവമാണ്. എനിക്കതിനെക്കുറിച്ചൊന്നും അറിയാൻ പാടില്ല. ഒരാന്തരികമായ പ്രകാശം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കണം. ഒരാന്തരികമായ പ്രകാശം, അകത്തേക്ക് കടന്നു വരുന്നതായ ഒരു പ്രകാശം, അന്തർനേത്രമൊന്ന് തുറക്കാൻ. അതാണ് അകക്കണ്ണ് എന്ന് പറയുന്നത്. അന്തർനേത്രമൊന്ന് തുറക്കാൻ, അകക്കണ്ണൊന്ന് തുറക്കാൻ, ഉൾക്കണ്ണൊന്ന് തുറക്കാൻ. അതിൻ്റെ ആഴമേറിയ മർമ്മങ്ങളൊന്നും പറഞ്ഞു തരാൻ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അകത്തൊരു കണ്ണുണ്ട് എന്നുള്ള ഒരു സത്യമാണ് ദൈവത്തിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അന്തരാത്മാവ് പ്രകാശപൂർണമായി തീരുവാൻ, അകത്തുള്ളതായ ആത്മാവ് ഇരുണ്ട് കിടക്കുന്നത് ഒന്ന് കത്തി ജ്വലിച്ച് പ്രകാശിക്കുവാൻ. ദൈവത്തിന് സ്തോത്രം. അകത്തെ മനുഷ്യനൊന്ന് പ്രകാശിക്കുവാൻ. അകത്തെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഞാൻ പിന്നീട് അത് പറഞ്ഞു തരാം. എന്ന് പറഞ്ഞാൽ ഒരു ആധ്യാത്മികമായ ഒരു വെളിപ്പാട് നമുക്ക് കിട്ടണം. ആന്തരികമായ കണ്ണൊന്ന് തുറന്നു കിട്ടണം. ലോകത്തിൽ അനേക ലിറ്ററേച്ചറുണ്ട്, എഴുതപ്പെട്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൽ വേദോത്സവത്തിൽ മാത്രം പറയുന്ന ഒരു മർമ്മമാണ് അകത്തെ മനുഷ്യൻ, അകക്കണ്ണ്. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞതാണ് ഹൃദയ ദൃഷ്ടി എന്ന് പറയും. അകത്തൊരു കണ്ണുണ്ട്. നമുക്ക് ഈ കണ്ണിൻ്റെ കാര്യമല്ലേ അറിയാവുള്ളൂ. അകക്കണ്ണ്. ദൈവം എഫേസർ 3:16 വായിച്ച്. എഫേസർക്ക് ഇത് ലേഖനം 3:16 ഈ അകത്തെ കാര്യം പറയുന്നുണ്ട്. 3:16 അവൻ തന്നെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച ശക്തിയോടെ ബലപ്പെടേണ്ടതിനും. ദൈവത്തിന് സ്തോത്രം. കേട്ടത് അകത്തെ മനുഷ്യൻ അതെന്താന്ന് ഈ വാസ്തവത്തില് നിങ്ങളെല്ലാവരും ഒന്ന് ഹൃദയം ഉണർന്നു കണ്ട് കേട്ടിയത്. നമ്മൾ ഈ പറയുന്ന പോലെ അല്ല. ഞാൻ പറയും ഇവിടെ ഒരു CM മാത്യു സാറ് നിൽക്കുന്നുണ്ട്, പക്ഷെ ഇതിനകത്തൊരു കൊച്ചുമാത്തുക്കുട്ടിയുണ്ട്. എല്ലാവരുടെ അകത്തുണ്ട്. ദൈവത്തിന്റെ കണ്ണ് നോക്കുന്നത് ഈ അകത്തെ മനുഷ്യനിലേക്കാണ്. മനുഷ്യ ജീവിതത്തിന്റെ ഉള്ളറയിലെ മനുഷ്യനിലേക്ക് നോക്കുമ്പോൾ എന്താണ് അവസ്ഥ, അതാണ് കർത്താവ് കാണുന്നത്. പുറമേ നോക്കിയാൽ വേദോസ്തം കയ്യിൽ പിടിച്ചുകൊണ്ട്, നാവിൽ ദൈവത്തിന്റെ വചനം ഉരുയിട്ടുകൊണ്ട്, നല്ല വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് ദൈവത്തിന്റെ തേജസ് ഇറങ്ങുന്ന ഒരു സ്ഥലത്ത് നിൽക്കുന്നതായ ഒരു ആധ്യാത്മികനെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു വ്യക്തി ഇവിടെയുണ്ട്. പക്ഷെ ഞാൻ ഭയപ്പെടുന്നത് ആ കണ്ണ് ചെന്ന് നോക്കുന്നത് എൻ്റെ ഉള്ളറയിലേക്കാണ്. നിങ്ങളൊന്ന് ഞെട്ടണമെന്ന് ഞാൻ പറയും. അകത്തേക്കാണ് നോക്കുന്നത്. എൻ്റെ വികാരങ്ങൾ, ആഗ്രഹങ്ങൾ, ആലോചനകൾ, സ്വപ്നങ്ങൾ. ഹല്ലേലൂയ. ദൈവത്തിന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഹൃദയദൃഷ്ടി എന്ന് നമ്മൾ പറഞ്ഞു, അകത്തെ മനുഷ്യൻ എന്ന് പറഞ്ഞു. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിലും ഇതേ അർത്ഥം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും. കേട്ടോ, നിങ്ങൾ പുറമേയുള്ളൊരു മനുഷ്യൻ, നിങ്ങൾക്ക് എന്നെ കാണാമല്ലോ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും അടുത്തിരിക്കുന്നവർ നിങ്ങളെ തന്നെ കാണാം. പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകാതെ ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോയാലും അടുത്ത വാക്കെന്താ? ഞങ്ങളുടെ അകമേയുള്ളൊരു മനുഷ്യൻ. എന്ത് വ്യക്തമായിട്ടാണ് പറയുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. എൻ്റെയൊക്കെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഡിക്ലൈനിങ് സ്റ്റേജാണ്. നല്ല പ്രായമായി, കാഴ്ച കുറയുന്നു, ആരോഗ്യം കുറയുന്നു, ബാലൻസ് കുറയുന്നു, സകലത്തിനുള്ളതായ കരുത്ത് കുറയുന്നു, ഓർമ്മ കുറയുന്നു. പുറമേയുള്ള മനുഷ്യൻ ഇങ്ങനെ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളറയിൽ ഒരു അകത്തെ മനുഷ്യനുണ്ട്. അതൊന്ന് ശക്തി പ്രാപിക്കണം. നിങ്ങൾ വേറെ കൂടുതലൊന്നും അറിയണ്ട മക്കളെ, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങളെല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ കൂട്ടായ്മയിൽ വരുന്ന ദൈവമക്കളുടെ ജീവിതത്തിൻ്റെ അകത്തെ മനുഷ്യൻ ദൈവത്തിന് സ്തോത്രം ഒന്ന് പ്രകാശിക്കണം, അകമൊന്ന് ശോഭിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പൗലോസ്ലീഹ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അവരുടെ സമ്പത്ത് വർദ്ധിക്കാൻ വേണ്ടിയിട്ടല്ല, അവരുടെ കൂട്ടായ്മയിൽ ഏറെ വലിയ വലിയ പ്രവർത്തനങ്ങളുടെ കാര്യമൊന്നുമല്ല. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ ഉള്ളറ ഒന്ന് പ്രകാശിക്കണം, അകത്തെ ദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അതിന് പൗലോസ്ലീഹ പറയുന്നൊരു കാര്യമുണ്ട്. അതിന് 15-ാമത്തെ വാക്യം എന്ന് വെച്ച് 1-ാം അധ്യായത്തിൻ്റെ തന്നെ 15-ാമത്തെ വാക്യം. അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും. നിങ്ങൾ ശരിക്കൊന്ന് ശ്രദ്ധ വെച്ച് വായിച്ച് നിങ്ങളോട് ചോദിച്ചാൽ ഇതിൻ്റെ മർമ്മം എന്താണെന്ന് പറഞ്ഞു തരാമോ? നിങ്ങൾ പലവട്ടം വായിച്ചിട്ടില്ലേ? ദൈവത്തിന് ഞാനത് വായിച്ചിട്ട് വാസ്തവത്തിൽ ഒരു 10 പ്രാവശ്യം അണ്ടർലൈൻ ചെയ്താലോ എന്ന് ഞാൻ വിചാരിച്ചു പോയി.
യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട്. രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? അത് നിങ്ങളുടെ അകത്തെ മനുഷ്യനൊന്ന് പ്രകാശിക്കണമെങ്കിൽ, അകത്തെ മനുഷ്യൻ ശക്തി പ്രാപിക്കണമെങ്കിൽ, നിങ്ങളുടെ ഉൾക്കണ്ണൊന്ന് തുറന്നു കിട്ടണമെങ്കിൽ, നിങ്ങൾ ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ദൈവമക്കളിൽ ഒന്ന് പ്രകാശപൂർണനായി തീരണമെങ്കിൽ, നിങ്ങളുടെ ഉള്ളിലെ മനുഷ്യൻ ഒന്ന് ശോഭിക്കണമെങ്കിൽ, ഒരു ആന്തരികമായ വെളിപ്പാട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ, പ്രധാനപ്പെട്ട കാര്യം കീപ് ഫസ്റ്റ് തിങ് ഫസ്റ്റ്. പ്രാധാന്യം കൊടുക്കേണ്ടതിന് ഒന്നാം പ്രാധാന്യം കൊടുക്കണം. മുൻഗണന കൊടുക്കേണ്ടതിന് ഒന്നാം സ്ഥാനത്ത്, തലയുടെ സ്ഥാനത്ത് തലയെ നിർത്തണം, കൈയുടെ സ്ഥാനത്ത് കൈയെ നിർത്തണം. കൈ മോശമാണെന്ന് ഞാൻ പറയില്ല. ഇവിടെ എന്താണോ ഒന്നാമത്തെ സ്ഥാനം അർഹിക്കുന്ന വ്യക്തി കൊടുക്കണം എന്ന് പറഞ്ഞു. കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും ഒന്നാമത്തെ കാര്യം. രണ്ട്, വിശുദ്ധന്മാരോടുള്ളതായ സ്നേഹത്തെയും. ആരാദ്യം? കർത്താവായ യേശു ക്രിസ്തു. പിന്നീടാണ് എന്ത് വരുന്നത്? വിശുദ്ധന്മാർ വരുന്നത്. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ എൻ്റെ മർമ്മം? നമ്മളുടെ കണ്ണ് എവിടെയാണ് എന്ന് ഒരുങ്ങി നിൽക്കുന്നത്? കൂട്ടായ്മയിൽ വരുമ്പോൾ എന്താണ് നിങ്ങൾ കാണുന്നത്? ഇവിടുത്തെ പ്രവർത്തന പദ്ധതികളൊന്നുമല്ല, ഇവിടെ ഓടി നടക്കുന്ന കുറെ മുൻപന്തിയിൽ നിൽക്കുന്നവരെയൊന്നുമല്ല, ഇവിടെ വചനം പറയുന്നവരെയൊന്നുമല്ല. ദൈവത്തിന് സ്തോത്രം. കാണേണ്ടതായിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ പ്രകാശിക്കുന്ന കാര്യമാണ് പറയുന്നത്. ശ്രദ്ധ വെച്ച് ദൈവമക്കൾ കേൾക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അവങ്കലേക്ക് നോക്കിയവർ ഈ ലോകത്തിൽ പ്രകാശിപ്പിക്കുവാൻ കഴിവുള്ളതായ ഒരൊറ്റ പ്രകാശം മാത്രമേ ഉള്ളൂ. ഈ ലോകത്തെ മുഴുവൻ വെളിച്ചം തന്ന് പ്രകാശിപ്പിക്കുന്ന, പകലത്ത് ജ്വലിച്ചെടുക്കുന്ന സൂര്യൻ, അത് ഈ ഭൗതിക ലോകത്തിലെ ഏക പ്രകാശമാണ്. മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന ആത്മീയ ഗോളത്തിൽ ഒരു പ്രകാശമേ ഉള്ളൂ. അത് വിശുദ്ധന്മാരോ പുണ്യവാളന്മാരോ തീർത്ഥാടന കേന്ദ്രങ്ങളോ ദൈവമക്കളെ ഏതെങ്കിലും കല്ലറകളോ ഒന്നുമല്ല. കാൽവറിയിൽ കത്തി ജ്വലിച്ചു നിൽക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ കൂട്ടായ്മയിൽ 10,000 പേരുണ്ടെങ്കിൽ 10,000 പേരുടെയും കണ്ണ് യേശു ക്രിസ്തു കാൽവറിയിൽ കത്തി ജ്വലിച്ചു നിൽക്കുന്നത് കാണുന്ന കണ്ണുകളായിരിക്കണം. ദൈവത്തിന്റെ സ്തോത്രം. പക്ഷെ എടുത്തു പറയുന്നുണ്ട് അടുത്ത് വിശുദ്ധന്മാര്. ആ കാൽവറിയിൽ കത്തിയതായ തീയിൽ നിന്ന് തീ കത്തിച്ച് മേടിച്ച് ജ്വലിച്ചു നിൽക്കുന്ന വിശുദ്ധന്മാര്, അവർ ശ്രേഷ്ഠരാണ്. ദൈവത്തിന്റെ സ്തോത്രം. നിങ്ങളെ നടത്തിയവരെ ഓർക്കണം, ഇപ്പോൾ നടത്തുന്നവരെയും നിങ്ങൾ അനുസരിക്കണം. എബ്രായർക്ക് ലേഖനം 11-ാം അധ്യായത്തിൽ നടത്തിയവരെയും ഇപ്പോൾ നടത്തുന്നവരെയും അതാവശ്യമാണ്. അപ്പൊ ഒന്നാമത്തെ കാര്യം കർത്താവ്, രണ്ടാമത് വരുന്നത് വിശുദ്ധന്മാര്. അവിടെ തന്നെ വേറൊരു കാര്യം പറയണ, ഒരു ദൈവവൈദ്യന് ആവശ്യമായിരിക്കുന്ന മുഖമുദ്ര. ഒന്ന് വിശ്വാസം, രണ്ട് സ്നേഹം. ഹല്ലേലൂയ. ദൈവനാമം മാത്രം കത്തിച്ചു കിട്ടണോ നിങ്ങൾക്ക്? ഈ ഒരു വിശ്വാസത്തിലേക്കും സ്നേഹത്തിലേക്കും നിങ്ങൾ വരണം. ഈ ഒരു വാക്ക് നിങ്ങൾ ഓർത്താൻ വേണം. കറയില്ലാത്തതായി വിശ്വാസവും, ദൈവത്തിന് സ്തോത്രം ദൈവങ്ങളെ, കുറവില്ലാത്ത സ്നേഹവും. കറയില്ലാത്ത വിശ്വാസം, കുറവില്ലാത്തതായ സ്നേഹം. ഹല്ലേലൂയ. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം എന്നാണ് നമ്മുടെ വിഷയം. ഹൃദയദൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ദി ഇന്നർ മാൻ, അകത്തെ മനുഷ്യൻ. പുറമേയുള്ള മനുഷ്യനല്ല, അകത്തെ മനുഷ്യൻ. ഹല്ലേലൂയ. ഈ ഹൃദയം എന്ന് പറയുന്ന ഒരു ആളത്വത്തിൻ്റെ കേന്ദ്രം. വികാരം, വിചാരം, ഹല്ലേലൂയ, ദൈവത്തെ ഇച്ഛാശക്തി, ഇതെല്ലാം ഉൾക്കൊള്ളുന്നതായ ആളത്വത്തിൻ്റെ കേന്ദ്രമാണ് ഹൃദയം എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ വേദദിവസം വായിക്കാൻ നേരത്തെ എന്ത് പ്രാർത്ഥിക്കും? ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ തക്കോണം. അടുത്ത വാക്കെന്താ? ഹൃദയ കണ്ണുകൾ. നിങ്ങൾ ചിന്തിക്കാറുണ്ട്, എനിക്ക് നിങ്ങൾ വേണ്ടവണ്ണം പറഞ്ഞു തരാൻ അറിയാൻ പാടില്ല. ഹൃദയ കണ്ണുകളൊന്ന് പ്രകാശിക്കണം. 119-ാം സങ്കീർത്തനത്തിൻ്റെ 12-ാമത്തെ വാക്യമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അത് കാണേണ്ടതുപോലെ ഒന്ന് കാണാൻ, നിങ്ങളെ തന്നെ ഒന്ന് കാണുവാൻ. ഈ മത്തായി 13-14 വായിച്ച്. മത്തായി 13-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. നിങ്ങൾ ചെവിയാൽ കേൾക്കും, ഗ്രഹിക്കുകയില്ലതാനും. ചെവി കൊണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ, പക്ഷെ ഞാൻ പറഞ്ഞതല്ലല്ലോ, കർത്താവ് പറഞ്ഞതല്ലേ. ചെവി കൊണ്ട് കേൾക്കുന്നുണ്ട്, പക്ഷെ ദൈവമക്കളെ കുറ്റം പറയല്ലോ, ഗ്രഹിക്കുന്നില്ലല്ലോ. കർത്താവ് പറഞ്ഞു, വേദനയോട് പറഞ്ഞു. അടുത്ത വാക്യം എന്താ? കണ്ണാൽ കാണും, ദർശിക്കുകയില്ലതാനും. കണ്ണുകൊണ്ട് കാണുന്നുണ്ട്, പക്ഷെ ദർശിക്കണില്ല. അയച്ചു. ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇരുണ്ടുപോയി, ഹൃദയം ഇരുണ്ടുപോയി. ഒത്തിരി കേൾക്കണമുണ്ട്, പക്ഷേ ഗ്രഹിക്കുന്നില്ല.
എന്തുമാത്രം ദൈവികമായ കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്, പക്ഷേ കാണുന്നില്ല, ദർശിക്കുന്നില്ല. അതുകൊണ്ട് പൗലോസ് അത് വ്യക്തമായിക്കൊണ്ട് പറയുന്നുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. ദൈവത്തിന്റെ നിരൂപണങ്ങളിൽ വ്യർത്ഥമായി തീർന്നു. എന്നിട്ടൊരു വാക്ക് പറയുന്നുണ്ട്, താഴത്തേക്ക് വെച്ച്, അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ദൈവമക്കളൊന്ന് ആ ഹൃദയം ഒന്ന് തുറന്നിരുന്നേ. കർത്താവായ യേശുക്രിസ്തു അകത്തെ മനുഷ്യനിലേക്ക് നോക്കിയിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവമക്കളെ കുറിച്ച് പറയുന്നത്, ഹൃദയം ഇരുണ്ടുപോയല്ലോ. നല്ല വെളിച്ചമുള്ള വീട്ടിലാണ് താമസിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ബൾബൊക്കെ കത്തി ജ്വലിച്ച് നിൽക്കുന്നുണ്ട്, ഹോളിലേക്ക് വരുമ്പോഴും നല്ല പ്രകാശമൊക്കെ ഉണ്ട്. പക്ഷെ വരുന്നതായ വ്യക്തിയുടെ അകം ഇരുണ്ടിരിക്കുക. അതുകൊണ്ടാണ് പൗലോസ് ദൈവസന്നിധിയിൽ മുട്ടുമടക്കി കവിണ് വീണോടുന്നും പ്രാർത്ഥിക്കുന്നത്, അവരുടെ ഹൃദയ ദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം. അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ദൈവമൊക്കെ ഒന്ന് അംഗീകരിക്കാമോ? വേണ്ടവണ്ണം കാണേണ്ടതുപോലെ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ അകത്തെ മനുഷ്യൻ വേണ്ടവണ്ണം പ്രകാശിച്ചിട്ടില്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിൽ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിന് 39 കൊണ്ടായിരിക്കുന്ന വാക്യങ്ങൾ, 9:39 മുതൽ, യോഹന്നാൻ 9:39 മുതൽ. കാണാത്തവർ കാൺമാനും കാണുന്നവർ കുരുടരാകുവാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഇഹലോകത്തിൽ വന്നുവെന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന്റെ ലക്ഷ്യം എന്താണ്? ദൈവത്തിന്റെ സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് എന്തിനാണ് എന്ന് വളരെ വ്യക്തമായി യേശു പറയുകയാണ്. നമുക്ക് വേണ്ടവണ്ണം പിടികിട്ടില്ല. അതിന്റെ വേറൊരു പരിഭാഷ വായിച്ചേ, ലിവിംഗ് ബൈബിളിന്റെ പരിഭാഷ വായിച്ചേ. അപ്പോൾ യേശു അവനോട് അവനോടെന്ന് പറയുന്നത് നിങ്ങളോട് പറഞ്ഞാണ്. എന്താണ് ആദ്യം വായിച്ചതിന്റെ അർത്ഥം എന്താണ്? കർത്താവായ യേശുക്രിസ്തു വേറൊരു വേദപുസ്തകത്തിന്റെ മറ്റൊരു പരിഭാഷയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആത്മാവിൽ അന്ധരായവർക്ക് കാഴ്ച കൊടുപ്പാനും കാഴ്ചയുള്ളവരെന്ന് സ്വയം കരുതുന്നവരെ, എനിക്ക് കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു സ്വയം അഭിമാനിക്കുന്നവനെ, തങ്ങൾ അന്ധരാണെന്ന് നീ ഒന്നും കണ്ടിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തുവാനുമാണ് ഞാൻ ലോകത്തിലേക്ക് വന്നത്. ഇതിനേക്കാൾ കൂടുതൽ അർത്ഥം വെളിപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? ദൈവത്തിന് സ്തോത്രം. കാഴ്ചയില്ലാത്തവന് കാഴ്ച കൊടുപ്പാനും, അതേ സമയത്ത് കാഴ്ചയില്ല, പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്കറിയാം, യേശുവിനെ അറിയാം, എനിക്ക് സുവിശേഷം അറിയാം, എനിക്ക് പ്രസംഗിക്കാൻ അറിയാം എന്നൊക്കെ പറയുന്നു. നിങ്ങൾ കണ്ടിട്ടില്ല എന്നൊന്ന് തിരിച്ചറിയാനും ഞാൻ ഈ ലോകത്തിലേക്ക് വന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. എമോസിലേക്ക് ശിഷ്യന്മാർ നടന്നു പോവുകയാണ്. കർത്താവ് യേശുക്രിസ്തു മരിച്ചു, കബറടക്കപ്പെട്ടു, എല്ലാം തീർന്നല്ലോ എന്ന് വിചാരിച്ച് ശിഷ്യന്മാർ, എമോസിലേക്ക് 2 ശിഷ്യന്മാർ യെരൂശലേമിൽ അവരുടെ സ്വന്തം വീട്ടിലേക്ക് വിട്ടുപോകുന്നതായിരിക്കുന്നതായ സകലതും വീണ്ടും എടുക്കാൻ വേണ്ടിയിട്ട് മടങ്ങിപ്പോവുകയാണ്. കർത്താവിന് വേദനയായി. കർത്താവ് ആണിപ്പഴുത് ഉണങ്ങിയിട്ടില്ല കാലയിൽ, അവരുടെ പുറകാലിൽ നടന്നു ചെന്നു, അവരോട് ചേർന്ന് നടന്നു. ദൈവത്തിന് സ്തോത്രം. 24-ാം അധ്യായത്തിൻ്റെ ലൂക്കോസ് 24-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഹല്ലേലൂയ, ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവമക്കളെ, എന്നിട്ട് കർത്താവായ യേശുക്രിസ്തു ചേർന്ന് കഴിഞ്ഞിട്ട് 24-30 വായിച്ച്, 24-ാം അധ്യായത്തിന് 30-31. അവരുമായി ഭക്ഷണത്തിലിരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരെ കണ്ണ് തുറന്ന് അവനെ അറിഞ്ഞു. ഏത് കണ്ണാ തുറന്നേ? അവർ കുരുടരൊന്നും അല്ലല്ലോ. അവർ കർത്താവായ യേശുക്രിസ്തുവിനെ കൂടുതൽ നാഴികകളോളം നടന്നു, മൈലുകളോളം നടന്നു. സാക്ഷാൽ ഉയർത്തെന്നേറ്റ സത്യദൈവമായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനോട് മുട്ടി ഉരുമി അവർ നടന്നു. കർത്താവായ യേശുക്രിസ്തു സംസാരിച്ചു. കർത്താവ് സംസാരിച്ചപ്പോൾ അവരുടെ ഉള്ളം കത്തുന്നൊരു ഹൃദയം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, പക്ഷേ യേശുവിനെ കണ്ടില്ല അവർ. പിന്നെ ആരെ കണ്ടേ? ദൈവത്തിന് സ്തോത്രം. പക്ഷേ അത് യേശുവാണ് എന്ന് ഉൾക്കണ്ണ് തുറന്ന് തിരിച്ചറിഞ്ഞു ആണിപ്പഴുതുകൾ കണ്ടപ്പോൾ. ദൈവമക്കളെ, നിങ്ങൾ ഒന്ന് പ്രാർത്ഥിച്ചാൽ മാത്രമേ. എ സ്പെഷ്യൽ ഓപ്പണിംഗ് ഓഫ് ദി ഐ ഈസ് റിക്വയർഡ് ടു സീ ദ റിസൺ ക്രൈസ്റ്റ്. കർത്താവെ, മുട്ടുമടക്കിയിരിക്കുന്ന സമയത്ത് ദൈവത്തിന് സ്തോത്രം, അരിമനാഥൻ കാൽവറിയിൽ ജ്വലിച്ചു നിൽക്കുന്ന കാഴ്ച, എൻ്റെ കണ്ണിൽ തെളിഞ്ഞു വരുന്ന രക്തം മാറുന്നൊലിച്ചു കിടക്കുന്ന കാഴ്ച, എൻ്റെ ദൈവമേ എന്ന് കരയുന്നായ ശബ്ദം എൻ്റെ ഹൃദയത്തെ കീറിമുറിക്കുന്നതായ അനുഭവം.
ദൈവമക്കൾ ഉള്ളം തൊട്ട് പ്രാർത്ഥിക്കുന്നത് തന്നെ ഞാൻ അടങ്ങുകയുള്ളൂ എന്ന്. ദൈവത്തിന് സ്തോത്രം. അതാണ് നമ്മുടെ പിതാക്കന്മാർ പാടിയത്. അറിയാവുന്നവരെല്ലാവരും ചേർന്ന് പാടിക്ക്. വെളിവു നിറഞ്ഞോരീശോ നിൻ വെളിവാൽ കാണുന്നു ദൈവത്തിന് സ്തോത്രം. ആ കാൽവറിയിൽ കത്തി ജ്വലിച്ചതായ തീയാൽ വെളിയിൽ നിറഞ്ഞവർ ഈശോ, ആ കാന്തിയാ ദൈവത്തിന്, ആ വെളിച്ചത്തിന്റെ ശക്തിയാൽ ഈ അകത്തെ മനുഷ്യനെ ഒന്ന് കത്തിക്കണം. ദൈവത്തിന് സ്തോത്രം. അകം കത്തി ജ്വലിക്കുന്ന വിശുദ്ധന്മാരുടെ ശോഭയിൽ അന്ധകാരം അകന്നു പോകാൻ തക്കവണ്ണം ആളിക്കത്തുന്നതായ ഒരു കൂട്ടമായി നമ്മളങ്ങ് മാറണം. ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത സ്വർഗീയമായിരിക്കുന്ന കാഴ്ചകളും അനുഭൂതികളും നമുക്ക് ലഭിക്കും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എലീശ പ്രവാചകന്റെ ഒരു ബാല്യക്കാരനുണ്ട്. എപ്പോഴും പ്രവാചകനും കൂടെ നടക്കും. 2 രാജകുമാർ 6 അധ്യായത്തിൽ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഒരു പ്രഭാതത്തിൽ ഈ പ്രവാചകന്റെ ബാല്യക്കാരൻ വേലക്കാരൻ എഴുന്നേറ്റപ്പോൾ അയ്യോ ഞെട്ടിപ്പോയി. അയ്യോ പ്രവാചകനെ. ദൈവത്തിന് സ്തോത്രം. ആരാം രാജാവിന്റെ സൈന്യം മുഴുവൻ വന്ന് നമ്മൾ ഇരിക്കുന്നതായ ഈ മലയുടെ ചുറ്റും നമ്മളെ കൊല്ലാൻ വേണ്ടി ആയുധങ്ങളും എല്ലാമായിട്ട് കൊല നിശ്വസിച്ചുകൊണ്ട് വന്ന് കൂട്ടം കൂടി നിൽക്കുകയാണ്. നമ്മൾ എന്തു ചെയ്യും? ദൈവത്തിന് സ്തോത്രം. ഒന്ന് വായിച്ചത്. ദൈവപുരുഷന്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് ഒരു രാജാവിന്റെ വലിയൊരു സൈന്യം കുതിരകളും രഥങ്ങളുമായി ഈ പ്രവാചകനും പാവപ്പെട്ട ബാല്യക്കാരനും മാത്രമുള്ളതിന് ചുറ്റും കൂടിയിരിക്കണം ഇപ്പൊ വക വരുത്താൻ വേണ്ടിയിട്ട്. അയ്യോ പ്രവാചകനെ എന്ന് പറഞ്ഞു വായിച്ചു. ബാല്യക്കാരൻ അവനോട് അയ്യോ യജമാനനെ നാം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. എന്തു ചെയ്യും? കാണുന്നത് മുഴുവൻ ആ സൈന്യത്തെയാണ്. പക്ഷെ പ്രവാചകന് ഒരു കുലുക്കോ ഇല്ല. എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നി. ബാല്യക്കാരൻ ഉൾക്കണ്ണ് തുറന്നു കിട്ടാത്തതായ ഒരു വ്യക്തിയെ പ്രതികരിക്കുന്നു. എല്ലാം കണ്ട് ഞെട്ടി വിറച്ചു നിൽക്കുന്നതായ ഒരു പാവപ്പെട്ട ബാല്യക്കാരൻ, അനക്കമില്ലാതെ കുലുക്കമില്ലാതെ ധൈര്യത്തോടെ മുഖപ്രകാശത്തോടെ ശോഭിച്ചു നിൽക്കുന്ന ഒരു പ്രവാചകൻ. എന്താ അങ്ങനെ നിൽക്കാൻ കാരണം? അതിന് അവൻ പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികമെന്ന് പറഞ്ഞു. ദൈവങ്ങളെ ഒന്നും പിടിയിട്ടില്ല. പ്രവാചകൻ പറഞ്ഞു നീ പേടിക്കണ്ട, അവരിങ്ങനെ 10,000 കണക്കിന് ആളുകളുണ്ടല്ലോ, നമ്മളോടുള്ള അതിനേക്കാൾ അധികമാണ്. ബാല്യക്കാരനൊന്ന് ചുറ്റും നോക്കി. എന്തോരം നോക്കിക്കഴിഞ്ഞാലും പാവം പ്രവാചകനും ഇവനും മാത്രമല്ല. എന്താ പ്രവാചകനി പറയുന്നത്? അവരെന്തോരും പേരാ, നമ്മളാകെ 2 പേര്. അവന്റെ നിസ്സഹായതയും നിസ്സഹായാവസ്ഥയും പ്രവാചകൻ മനസ്സിലായി. എന്നിട്ട് പ്രവാചകൻ മുട്ടുമടക്കി. എന്ത് ചെയ്തു വായിച്ച്? പിന്നെ എലീശ പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. അത് ഇന്നിവിടെ നടക്കണം കേട്ടോ, അത് ഇന്നിവിടെ നടക്കണം. ആ പ്രവാചകൻ ആരോട് പ്രാർത്ഥിച്ച് അത്ഭുതം പ്രവർത്തിച്ച് ആ ബാല്യക്കാരന്റെ കണ്ണു തുറന്നു. അതേ കർത്താവ് തന്റെ പ്രകൃതി ത്യജിപ്പാൻ സാധ്യമല്ലാതെ തേജസ്സോടെ പ്രവർത്തിക്കുന്ന രംഗമാണ്. വിശ്വാസികളൊന്ന് പ്രാർത്ഥിച്ചാൽ ഇന്നിവിടെ അത്ഭുതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊന്നും അല്ല, എൻ്റെ വാക്കുകളുടെ കസർത്തല്ല. നമ്മുടെ മധ്യത്തിൽ സർവശക്തനായിരിക്കുന്ന ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണ്. അനേകരുടെ കണ്ണ് തുറക്കാൻ പോവുകയാണ്. യഹോവയായ ദൈവമേ, ഈ കുരുട്ട് കണ്ണുമായിട്ട് നിൽക്കുന്ന എൻ്റെ കൂടെ നടക്കുന്നു, ശരിയാണ്. ഞാൻ പ്രവർത്തിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും കണ്ടു, ശരിയാണ്. മരിച്ചവർ ജീവിക്കുന്നത് ഞാൻ എൻ്റെ പ്രാർത്ഥന കൊണ്ട് നടക്കുന്ന ഇവൻ കണ്ടു, ശരിയാണ്. ദൈവത്തിന് സ്തോത്രം. പക്ഷെ ഇവൻ കാണേണ്ടത് കണ്ടിട്ടില്ലല്ലോ. നമ്മുടെ കൂട്ടായ്മയിൽ ആളുകളുണ്ട്, ഭവനസംഘത്തിന് ആളുകളുണ്ട്, വചനത്തിന് ആളുകളുണ്ട്, കാര്യങ്ങൾ പ്രവർത്തിക്കാൻ ആളുണ്ട്. പക്ഷെ ചേർന്ന് നടക്കുന്നുവെങ്കിലും അകം കണ്ണ് തുറന്നു കിട്ടാത്ത അനേകരുണ്ടല്ലോ എന്നോർത്ത് ഉള്ളത്തിന്റെ ഞരക്കവും വേദനയും കൊണ്ടാണ് വളരെ വ്യക്തമായി കാര്യങ്ങളോട് പറയുന്നത്. പാവപ്പെട്ട അടികളും പ്രാർത്ഥിക്കുകയാണ്. ദൈവമക്കൾ ഒറ്റക്കെട്ടായി പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് ഉള്ളം കണ്ണെന്ന് തുറന്നു കിട്ടണം. പ്രവാചകൻ പ്രാർത്ഥിച്ചു. എന്ത് കിട്ടി വായിച്ചേ?
യഹോവ ബാലിക്കാരന്റെ കണ്ണു തുറന്നു. ഹല്ലേലൂയ. ദൈവത്തെ പ്രവാചകനല്ല, ആ ദൈവം പ്രവർത്തിക്കുന്നുണ്ടോ? ആ ദൈവം ഇന്നിവിടെ ഉണ്ടോ? ആ ദൈവമാണ് നമ്മളോട് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളും പുരുഷന്മാരും യുവാക്കന്മാരും യുവതികളും കേട്ടെ, എന്റെ കർത്താവേ ഹല്ലേലൂയ, ആ ദൈവം ഇന്നും ജീവിക്കുന്നു, ആ ദൈവം ഞങ്ങളെ നടത്തുന്നു എന്ന് നന്മയ്ക്കായി എന്നൊരടയാളം എനിക്ക് തരണം. ഹല്ലേലൂയ. ഇതുവരെ കാണാത്ത സ്വർഗീയ ഹല്ലേലൂയ, സ്വർഗീയ ഹല്ലേലൂയ. പ്രാർത്ഥിച്ചോ നിങ്ങൾ? ദൈവത്തിന് സ്തോത്രം. എന്റെ അകങ്കണ്ണൊന്ന് തുറന്നു തരണം കർത്താവ്. ഞാൻ എന്റെ ചങ്കിപ്പോൾ തുറക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവേ, ഇവന്റെ കണ്ണൊന്ന് തുറക്കണമേ. എന്ത് സംഭവിച്ചു? വായിച്ച്. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. ദൈവത്തിന് സ്തോത്രം. അഗ്നികളും രഥങ്ങളും കൊണ്ട് മല ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന പ്രവാചകൻ അത് കണ്ടിട്ടാ, പക്ഷെ ഇവൻ കണ്ടിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഇതുവരെയും സ്വർഗീയ കാവലും കരുതലും കാൽവറിയിലെ മർമ്മവും ഗ്രഹിക്കാത്തതായ ദൈവമക്കളുടെ കണ്ണു തുറക്കുന്ന സ്വർഗീയ നിമിഷമാണ്, സ്വർഗീയ ദിവസമാണിത്. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിൻ്റെ പൊന്നുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. നിങ്ങൾക്കെല്ലാം മനസ്സിലായോ? ഇന്നെങ്ങനെ നിങ്ങൾ ഇറങ്ങിപ്പോകും? തപ്പിത്തടഞ്ഞല്ല പോകേണ്ടത്. ഞാൻ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെയോ ഒരു പ്രസ്ഥാനത്തിൻ്റെയോ ഒരു സംഘടനയുടെയോ ഒരു ഫെലോഷിപ്പിൻ്റെയോ ഒന്ന് പിന്നാലെ അല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉയർത്തുന്നിട്ട് ജീവിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഉള്ളതായിരിക്കുന്ന യാത്ര. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാറാകട്ടെ. നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാകും. കാൽവറിയിലെ വലത്തു ഭാഗത്തെ കള്ളനിലേക്ക് നിങ്ങൾ നോക്കി, കള്ളനിലേക്ക് നോക്കി. അവൻ ഒരു നന്മയും ചെയ്തിട്ടില്ല. അവന് ഒന്ന് കുരിശ് വരച്ചിട്ട് പോലും ഉണ്ടാവുമോ? കള്ളു കുടിക്കാനും ഭവനവേദനം, വാതിലുകൾ ചവിട്ടി തുറക്കാനുള്ള കാല്, സ്ത്രീകളെ ചീത്തയാക്കാനുള്ളതായിരിക്കുന്ന ശരീരവും അവയവങ്ങളും, നരകത്തിന് പാനിയും മൂറ്റി കുടിക്കുന്ന അധരങ്ങൾ, വൃത്തികെട്ടവൻ, കയ്യുകൊണ്ടായ കാലം മുതൽ ഈ നിമിഷം വരെയും ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്ന സമയത്ത് വൃത്തികെട്ടവൻ, തൂക്കിക്കൊല്ലും, ഭൂമിയിൽ ജീവിക്കാൻ കൊള്ളുകയില്ല. പക്ഷെ അവൻ എന്തു കണ്ടു? ഒന്ന് തിരിഞ്ഞു നോക്കി. പിതാവേ, ഇവർ ചെയ്യുന്ന ഇന്നതെന്ന് അറിയാവുണ്ട്, ഇവരോട് ക്ഷമിക്കണമെന്ന് തിരിഞ്ഞു നോക്കി. ദൈവമക്കളെ, അന്ന് തിരിഞ്ഞു നോക്കി കർത്താവായ യേശുക്രിസ്തു രക്തം മാറുന്നടിച്ച് അവിടെ കിടക്കുന്ന കാഴ്ച എന്നതാ കാണുന്നത്? തലയിൽ മുൾക്കിരീടം. നിസ്സഹായനായി എന്നെ ദൈവം കൈവിട്ടോ എന്ന് നിസ്സഹായനോടെ പ്രാർത്ഥിക്കുന്നു. വലിയ ശിക്ഷകളാക്കൊണ്ടെന്ന് പറഞ്ഞത് യോഹന്നാൻ ചോദിച്ചൊക്കെ ഓടിപ്പോയി. ഏറ്റവും വലിയ ആത്മീയരായിരിക്കുന്ന മഹാപുരോഹിതന്മാരുടെ ഇവനെ കൊല്ലാൻ ദൈവത്തിന് സ്തോത്രം, ഒരു വിലയില്ലാത്തവർ, വിമർശിക്കുന്നവർ. ഇതാരാ സർവീസ്? എങ്ങനെയാ? ഏതെങ്കിലും കാര്യത്തിൽ വിശ്വസിക്കാനുള്ള പശ്ചാത്തലം അവനിലുണ്ടോ? ഏതെങ്കിലും സാഹചര്യം അനുകൂലമാണ്. പക്ഷെ അവൻ കാൽവറിയിലേക്കൊന്ന് നോക്കിയപ്പോൾ ദേഹമെന്ന തിരശ്ശീല ചീന്തി ചാട്ടുവാറുകൊണ്ട് അടിച്ച് കീറിക്കിടക്കുന്ന കണ്ടപ്പോൾ സ്വർഗത്തിലേക്കുള്ള വാതിൽ തുറന്നു. കള്ളം കാണുകയാണ്. മുൾക്കിരീട ധാരിയായി നിസ്സഹായതയോടെ കരയുന്ന ദൈവത്തെ അവൻ പൊൻകിരീട ധാരിയായി ഒരു രാജ്യത്തിന്റെ രാജാവായി സ്വർഗത്തിൽ വാഴുന്ന കാഴ്ച കണ്ടു. ഈ മരിക്കുന്ന വ്യക്തി വീണ്ടും തിരിച്ചു വരുമെന്നുള്ളതായിരിക്കുന്ന ദൈവികമായിരിക്കുന്ന ഒരു വെളിപ്പാട് കിട്ടി. ഇതെവിടെന്നാ? അത് എന്താ പശ്ചാത്തലം? ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം. ഇപ്പോൾ ഇതുവരെ കാണാത്ത കാഴ്ചകൾ കാണും, വലിയ മർമ്മങ്ങൾ വെളിപ്പെട്ട് കിട്ടും. ഹല്ലേലൂയ, ദൈവത്തിന്റെ മഹത്വം, കർത്താവിന്റെ സ്തോത്രം, ദൈവത്തിന്റെ സ്തോത്രം. എന്ത് ചെയ്യണം? നിങ്ങൾ കണ്ണുകൾ അടച്ചുകൊണ്ട് കാൽവറിയിലേക്ക് നോക്കുകയും ആ വലത്തുഭാഗത്തൻ കള്ളൻ യാഥാർത്ഥ്യമായി കിടക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടതുപോലെ നിങ്ങളുടെ ഉള്ളം കണ്ണു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രക്തം മാർന്നു നിൽക്കുന്ന നിങ്ങൾ കണ്ടോ? ഹല്ലേലൂയ. സ്വർഗം നിങ്ങൾ കണ്ടോ? ഹല്ലേലൂയ. രാജാതിരാജനെ നിങ്ങൾ കണ്ടോ? സ്വർഗം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടോ? ഹല്ലേലൂയ. കർത്താവ് വരാൻ തുടങ്ങുന്നത് നിങ്ങൾ കണ്ടോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇരുട്ട് മാറുകയാണ്. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിന്റെ തീ നമ്മളുടെ ഉള്ളത്തിൽ കത്തുകയാണ്. ഇപ്പോൾ തീ പിടിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിലെ തീ ഭൂമിയിൽ കത്തുകയാണ്. ഏത് കരിക്കട്ടയെയും തീ പിടിപ്പിക്കുന്ന കാൽവറിയിലെ കത്തി ജ്വലിക്കുന്ന തീക്കട്ട ഇപ്പോൾ മനുഷ്യ ജീവിതത്തെ പ്രകാശിപ്പിക്കുകയാണ്. ഉള്ളം കണ്ണ് തുറക്കുകയാണ്, ഹൃദയദൃഷ്ടി പ്രകാശിക്കുകയാണ്. അകത്തെ മനുഷ്യൻ, ഹല്ലേലൂയ, ചത്തുമായ മനുഷ്യൻ ജീവിക്കുകയാണ്. കെട്ടുപോയതായി ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം പ്രവർത്തിക്കട്ടെ, തീ കത്തട്ടെ, ആളി കത്തട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ കത്തുപിടിച്ചാൽ മാത്രമേ സ്വർഗത്തിന്റെ തേജസ്സിന്റെ രംഗത്ത് നമുക്ക് കത്താതെ നിൽക്കാൻ സാധ്യമാകുകയുള്ളൂ. അങ്ങനെ തീ പിടിച്ച ദൈവമക്കളായി ഇന്ന് എഴുന്നേറ്റ് പോകുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ഒന്ന് സഹായിക്കട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം.